അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിക്കുവിൻ. മർക്കോസ് 13:37. ഉറക്കം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. നാം നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടുന്നതിന് ശരിയായ വിശ്രമവും ഉറക്കവും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എന്നാൽ ക്രമരഹിതമായ ജീവിതം നയിക്കുന്നവർക്ക് ഉറങ്ങേണ്ടുന്ന സമയത്ത് ഉറങ്ങുവാൻ സാധിക്കാതെ, എന്നാൽ ഉറങ്ങാതിരിക്കേണ്ടുന്ന സമയങ്ങളിൽ ഉറങ്ങിപ്പോകുന്ന പരാജയത്തിൻ്റെതായ ഒരു ജീവിതശൈലി രൂപപ്പെട്ടു വരുന്നത് ഇന്ന് വളരെ സാധാരണമായി നാം കാണുകയാണ്. സഭാരാധനയിലും വചനം സംസാരിക്കുന്ന വേളയിലും പോലും ഉറക്കത്തിലേക്ക് ആണ്ടുപോകുന്നവരെ നാം കാണാറുണ്ട്. പകൽ മുഴുവനും അവർ ചെയ്യുന്ന ജോലിയുടെ ഭാരം നൽകുന്ന ശാരീരിക ക്ഷീണമായിരിക്കാം. രാത്രിയിൽ ഉറങ്ങേണ്ടുന്ന സമയത്തും വൈകിയ വേളകളിലും മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗമായിരിക്കാം ഇത്തരത്തിൽ ഉറക്കത്തിന് കാരണമാകുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 14:38 കർത്താവ് പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. ഈ ഭൂമിയിൽ ദൈവം അവനു വേണ്ടി ജീവിക്കുവാൻ നമ്മെ സൃഷ്ടിച്ച് ആക്കി വച്ചിരിക്കുകയാണ്. നാം ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആരായുന്ന ഒരു മനസ്സുള്ളവരായി നാം ഇരിക്കേണ്ടിയിരിക്കുന്നു. നാം കേൾക്കുന്ന കാര്യങ്ങൾ, നാം കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുകയും ഞെരുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് മയങ്ങിപ്പോകുന്ന ഒരു മനസ്സായി തീരുകയാണ്. മയക്കത്തിലായിരിക്കുന്ന മനസ്സ് ഉറക്കം തൂങ്ങുന്ന ഒരു ശരീരത്തിന് കാരണമായി തീരുകയാണ്. ഉറങ്ങുന്ന ശരീരവും മയങ്ങുന്ന മനസ്സുമായി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ആത്മീക മരണത്തിലേക്ക് നടക്കുകയാണ് എന്ന് മറക്കുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടത്തുന്നവരായി നാം ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ബലഹീനമായ ജഡത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയേ മതിയാകൂ. നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന ശാരീരികമായ കാര്യങ്ങളും മാനസികമായ കാര്യങ്ങളും നാം ഒഴിവാക്കിയേ മതിയാകൂ. ആത്മാവ് ഒരുക്കമുള്ളത്, ഈ ആത്മാവിനെ ദൈവവചനത്താൽ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തുവാൻ, ദൈവേഷ്ടം പൂർത്തീകരിക്കുവാൻ നല്ല ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കാം.